പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ രണ്ടാമത്തെ വിഭാഗമായ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താന്ന് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കാത്ത മറ്റു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് എ മെസ്സേജ് വി സെൻഡ് ടു അതേഴ്സ് വിത്തൗട്ട് യൂസിങ് എനി വേർഡ്സ്. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കാതെ തന്നെ എന്താണ് മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കും, ഇപ്പൊ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കാത്ത കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ചിത്രത്തിൽ ഒരു കുട്ടി പിന്നെ എന്താണ് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടല്ലേ ബാക്കിയുള്ളവരോട്, അല്ലേ? കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ ആ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സംസാരിക്കാതെ തന്നെ മറ്റുള്ളവരോട് എന്താ പറയുക, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്താ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇസ് എ മെസ്സേജ് വി സെൻഡ് ടു അതേഴ്സ് വിത്തൗട്ട് യൂസിങ് എനി വേർഡ്സ്. സംസാരിക്കാതെ തന്നെ പിന്നെ നമ്മൾ മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ എന്താ പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? എങ്ങനെയാണ്? സിഗ്നൽസ് ആൻഡ് മെസ്സേജസ് ആർ സെൻഡ് ടു അതേഴ്സ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ത്രൂ എക്സ്പ്രഷൻസ്, ഗെസ്റ്റേഴ്സ് ആൻഡ് ബോഡി പോസ്ചേഴ്സ്. ഇപ്പൊ എന്താ ഇതിൽ ആക്ച്വലി ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ ക്ലാസ്സുകളിലും അല്ലാതെ തന്നെ പല സമയത്തും ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? സിഗ്നലുകൾ ഉപയോഗിക്കും, എന്തെങ്കിലും ആംഗ്യഭാഷകൾ ഉപയോഗിക്കും നമ്മൾ, അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ കാണിക്കും, അല്ലേ? അല്ലെങ്കിൽ പ്രത്യേക ഭാവങ്ങൾ നമ്മൾ കാണിക്കും. ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് കോൺഷ്യസ്ലി ആവാം, ബോധപൂർവമാവാം, അബോധപൂർവമാവാം, ത്രൂ എക്സ്പ്രഷൻസ്, ഗെസ്റ്റേഴ്സ് ആൻഡ് ബോഡി പോസ്റ്റേഴ്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ ബോധപൂർവമോ അബോധപൂർവമോ അല്ലെങ്കിൽ മനഃപൂർവമോ അല്ലാതെയോ എന്ത് ചെയ്യുന്നു, നമ്മൾ സിഗ്നൽ മറ്റൊരാൾക്ക് കൊടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾ ദൂരെ നിൽക്കുകയാണ്, അപ്പൊ അയാളോട് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പം എന്തായിരിക്കും, ആംഗ്യ ഭാഷയിൽ പറയുമായിരിക്കും, അല്ലേ? അപ്പൊ അല്ല പ്രിൻസിപ്പൾ വന്നിട്ടുണ്ട്, ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപ്പ വന്നിട്ടുണ്ട്, മദർ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള എക്സ്പ്രഷനുകൾ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ചോദിക്കാം, എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് പറയാൻ പറ്റുന്ന സെന്റൻസ് ആണിത്. ചിലപ്പോൾ ചോദിക്കാം വേർഡ്സ് ഇൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് പറയാം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ മെസ്സേജ് വി സെൻഡ് ടു അതേഴ്സ് വിത്തൗട്ട് യൂസിങ് എനി വേർഡ്സ്. ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്. വാട്ട്സ് ദ സെക്കൻഡ് പോയിന്റ്? സിഗ്നൽസ് ആൻഡ് മെസ്സേജസ് ആർ സെൻഡ് ടു അതേഴ്സ്. സിഗ്നലുകളും മെസ്സേജുകളും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി, മനഃപൂർവ്വമോ അല്ലാതെയോ, അല്ലെങ്കിൽ ബോധപൂർവമോ അബോധപൂർവമോ, ത്രൂ എക്സ്പ്രഷൻസ്, നമ്മുടെ വ്യത്യസ്ത തരത്തിലുള്ള ഭാവങ്ങൾ, ഗെസ്റ്റേഴ്സ് ആൻഡ് ബോഡി ലാംഗ്വേജസ്, ബോഡി പോസ്റ്റേഴ്സ്, ഭാവങ്ങൾ, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യാൻ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ തരത്തിലുള്ള സംസാരമില്ലാത്ത തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതൊക്കെ തരത്തിലുണ്ട് നമുക്കറിയാം, ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് നമുക്കറിയാം. എന്നാലും നമ്മൾ നോക്കാം. ഒന്നാമത്തത് എന്താണ്? ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖത്തിന്റെ ഭാവങ്ങൾ. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ. അല്ല, അപ്പം നമുക്ക് ഒരു പിന്നെ എന്താണ് പറയുക, നമ്മൾ സംസാരിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെതായ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ കാണിക്കും. നമുക്ക് ദേഷ്യം വന്നാൽ, അല്ലേ, അങ്ങനെ പിന്നെ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ, അപ്പം ഇതിനൊക്കെ പലതരത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷനാണ്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും പിന്നെ അതിന്റെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെ? ഇപ്പൊ ഫേഷ്യൽ എക്സ്പ്രഷൻ ഈസ് എ ഫസ്റ്റ് വൺ. ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? വ്യത്യസ്ത തരത്തിലുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒന്ന് ഫേഷ്യൽ എക്സ്പ്രഷൻ, രണ്ടാമത്തെ പോസ്ചേഴ്സ്, നമ്മുടെ വ്യത്യസ്ത ഭാവങ്ങൾ, അല്ലേ? ഒരുപാട് തരത്തിലുള്ള ഭാവങ്ങളുണ്ടല്ലോ, നമുക്ക് നോക്കാം എന്തൊക്കെ ഭാവങ്ങളാണെന്നുള്ളത്. അതുപോലെ ജെസ്റ്റേഴ്സ്, നമ്മുടെ വ്യത്യസ്ത ബോഡി ലാംഗ്വേജസ്, അല്ലേ? നമ്മൾ ടയേർഡായിട്ടിരിക്കും, ദേഷ്യം പിടിച്ചിരിക്കും, പിന്നെ ക്ഷീണത്തിലിരിക്കും, പിന്നെ സന്തോഷത്തിലിരിക്കും. അതിലൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ആംഗ്യഭാഷയുണ്ട്, ശരീരത്തിൻ്റെ ഒരു ആംഗ്യഭാഷയുണ്ട്, ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ ടച്ച്, നമ്മൾ മറ്റൊരാളെ ടച്ച് ചെയ്യുന്നു,
നമ്മളൊരു വൃദ്ധരായ ആളുകളൊക്കെ ടച്ച് ചെയ്യുന്നു അല്ലെ. ടച്ചും എന്താണ്, ഒരു തരത്തിലുള്ള വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു, അതൊക്കെ ഇന്ന് ടച്ചിൽ വരുന്നതാണ്. അടുത്തതാണ് സ്പേസ് എന്ന് പറയും. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പലതരത്തിലുള്ള സ്പേസുകളുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ ക്ലോസ് ഫ്രണ്ടുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയല്ല നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് സംസാരിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചറോട് സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ദർസ് എ ഗ്യാപ്പ് അല്ലേ. നിങ്ങൾ പ്രിൻസിപ്പളിനോട് സംസാരിക്കുന്നത് കുറച്ചുകൂടി ഡിസ്റ്റൻസ് വിട്ടിട്ടായിരിക്കും അല്ലേ. അപ്പം അതിനാണ് നമ്മളെന്ത് പറയുക സ്പേസ് എന്ന്. അപ്പോൾ ആ ഡിസ്റ്റൻസിനാണ് നമ്മളെന്ത് പറയുന്നത് സ്പേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പരസ്പരം കണ്ണിൽ നോക്കിയിട്ടാണ് സംസാരിക്കുക. കണ്ണിൽ നോക്കാതെ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അയാൾക്ക് എന്തോ കള്ളത്തരമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ ഐ കോണ്ടാക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. തേർഡ് ലാംഗ്വേജ് ഇസ് പാരാ ലാംഗ്വേജ്. പാരാ ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത ടോണിലാണ് സംസാരിക്കുക അല്ലേ. ചിലപ്പം വളരെ സ്ട്രെസ് കൊടുത്തുകൊണ്ട് സംസാരിക്കും, ചിലപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കും, ചിലപ്പോൾ ദേഷ്യത്തിൽ സംസാരിക്കും, അല്ലെങ്കിൽ ഒരു പാട്ടിന് തന്നെ എന്താണ് പലതരത്തിലുള്ള വോയിസ് മോഡുലേഷൻസ് ഉണ്ട് അല്ലെ. വോയിസ് കൂടാം കുറയാം. അതിനെയാണ് നമ്മൾ പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ടോൺ, സംസാരിക്കുന്നതിൻ്റെ ടോൺ. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ടോണ് മനസ്സിലാക്കിയാൽ തന്നെ പറ്റും അയാൾ ദേഷ്യം പിടിച്ചിട്ടാണോ സംസാരിക്കുന്നത്, അതല്ല അയാൾ സന്തോഷത്തോട് കൂടിയിട്ടാണോ സംസാരിക്കുന്നത്, അതല്ല അയാൾക്ക് എന്തെങ്കിലും സങ്കടത്തോട് കൂടിയിട്ടാണോ സംസാരിക്കുന്നത് എന്ന് അയാളുടെ ആ സംസാരത്തിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ അതിൻ്റെ ടോണിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതിനാണ് നമ്മൾ പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലേ. ഒരു കുട്ടിയുടെ 3 വ്യത്യസ്ത തരത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷനാണ്. ഇപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ എക്സ്പ്രസ് അവർ ഫീലിങ്സ്. നമ്മുടെ ഫീലിങ്സ് എന്താണ് എന്ന് കാണിക്കുന്നതാണ് എന്ത്, നമ്മുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് കാണിക്കുന്നതാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ. നമുക്കിപ്പോൾ സന്തോഷമാണോ, ദുഃഖമാണോ, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലേ, ദേഷ്യമാണോ അല്ലേ, അതാണ് നമ്മുടെ ഫീലിങ്സ് കാണിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദ ഹ്യൂമൻ ഫേസ് ഈസ് able to express countless emotions without saying a word. ഒരു വാക്ക് പറയാതെ തന്നെ എന്താണ് നമ്മുടെ മുഖത്തിന്റെ ഭാവം അല്ലേ, ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ മനസ്സിലാക്കാൻ പറ്റും. അയാൾക്കത് ഇഷ്ടമുണ്ടോ. നമ്മളിപ്പോൾ ഒരു കുട്ടീനോട് ഒരു കാര്യം പറഞ്ഞു, അത് ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ള അപ്പം തന്നെ മനസ്സിലാവും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. അതാണ് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഇപ്പോഴത്തെ ഭാവം മനസ്സിലാവും. അയാൾ ക്രൂരനാണോ, അല്ലെങ്കിൽ നല്ല സന്തോഷമുള്ള ആളാണോ അല്ലേ, അല്ലെങ്കിൽ ഇപ്പം അയാളുടെ മൂഡ് ശരിയല്ല, നമ്മൾ പറയും ഇപ്പം അയാളുടെ മൂഡ് ശരിയല്ല, ഇപ്പം അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ ഇപ്പം ടീച്ചർ ദേഷ്യം പിടിക്കും, ഇപ്പം അങ്ങോട്ട് പോകണ്ട, നമ്മൾ പറയും അല്ലേ. ദ ഹ്യൂമൻ ഫേസ് ഈസ് ഏബിൾ ടു എക്സ്പ്രസ് കൗണ്ട്ലെസ് ഇമോഷൻസ് വിത്തൗട്ട് സേയിങ് എ വേർഡ്. ഒരു വേർഡ് പോലും പറയാതെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, പലതരത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിലുള്ള ഒന്നാണ് ഹാപ്പിനെസ്. ഏറ്റവും താഴെ അടുത്തങ്ങ് കാണാം ഹാപ്പിനെസ്, സന്തോഷം കാണിക്കാൻ പറ്റും. സാഡ്നെസ്, ദുഃഖം കാണിക്കാൻ പറ്റും. ആങ്കർ, ദേഷ്യം കാണിക്കാൻ പറ്റും. സർപ്രൈസ് അല്ലെ, അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ആശ്ചര്യം കാണിക്കാൻ പറ്റും. ഫിയർ, പേടി കാണിക്കാൻ പറ്റും. വെറീഡ് അല്ലെ, നമുക്ക് വെറി, നമ്മുടെ ദുഃഖം അല്ലെങ്കിൽ എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഭയാനകമായ എന്തോ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ആ തരത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷെ അതിനെ നമ്മളൊന്ന് കുറച്ചൊന്ന് ഡോക്യുമെന്റ്. അപ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഹാപ്പിനെസ്, സാഡ്നെസ്, ആങ്കർ, സർപ്രൈസ്, ഫിയർ, വറി എക്സെട്ര. ഇത് നോക്കിയേ, ഇത് നമ്മുടെ ചിത്രത്തിൽ ആരാണത്? ജഗതി അല്ലേ. ജഗതിയുടെ നവരസങ്ങൾ എന്ന് പറയുന്ന സംഭവമാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഭാവ അഭിനയം. ശൃംഗാരം, കരുണം, അത് മലയാളത്തിലാണ് പറയുന്നതെന്നുള്ളൂ. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ഭീഭത്സം, അത്ഭുതം, ശാന്തം. ഓക്കെ, ഇതാണ് സാധാരണ നവരസങ്ങൾ എന്ന് പറയപ്പെടുന്ന സംഭവം. അപ്പം ഇതിനാണ് നമ്മൾ എന്താ പറയുക ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയും. വ്യത്യസ്ത തരത്തിലുള്ള സമയത്ത് നമ്മുടെ മുഖത്ത് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ഫീലിങ്സ് ആണെന്ന് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ബോഡി പോസ്ചേഴ്സ് ആൻഡ് മൂവ്മെന്റ്സ്. ഈ ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, വ്യത്യസ്ത തരത്തിലുള്ള ബോഡി പോസ്ചേഴ്സ് ആണ് അല്ലെ, ബോഡി ലാംഗ്വേജ് എന്ന് പറയും. ഇടത്തെ അറ്റത്തുള്ള ആള് എന്താണ്, താടിക്ക് കൈ കൊടുത്ത് കുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ പറയും എന്തോ ആലോചിച്ചിരിക്കുക നമ്മൾ പറയാം അല്ലേ.
അല്ലെങ്കിൽ എന്തോ സങ്കടം വന്നിരിക്കുന്നു. രണ്ടാമത്തെ ലേഡിക്ക് എന്താണ്, എന്തോ നിരാശ ബാധിച്ചിരിക്കുകയാണ് അല്ലേ. മൂന്നാമത്തതിനോ എന്തോ നഷ്ടപ്പെട്ട് എന്തോ ആലോചിച്ചിരിക്കുന്നു. നാലാമത്തും അങ്ങനെ തന്നെ. ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ബോഡി ലാംഗ്വേജസ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഓരോരോ സാഹചര്യത്തിലും നമ്മുടെ ബോഡി ലാംഗ്വേജ് വ്യത്യസ്തമായിരിക്കും. നമുക്ക് സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തും നമുക്ക് എന്തെങ്കിലും ആശയം, ചിലർ പ്രോഗ്രസ് കാർഡിലൊക്കെ നല്ല മാർക്ക് കിട്ടിയെന്ന് വളരെ തുള്ളിച്ചാടും അല്ലേ. അത് ബോഡി പ്രോസസ്സാണ്, ബോഡി മൂവ്മെൻറ്റ്സ് ആണ്. ഇപ്പം എന്തെങ്കിലും പിന്നെ നിങ്ങൾ ബസ് കാത്തു നിൽക്കുന്നു, പക്ഷേ പെട്ടെന്നൊരു ബസ് അങ്ങ് പോയി, ബസ് നിർത്താതെ പോയി. അപ്പം നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഫീലിങ്സ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. ഇതിനാണ് നമ്മൾ ബോഡി പോസ്ചേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പോസ്ചേഴ്സ് ആർ പൊസിഷൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പൊസിഷൻ അല്ലേ, അതിൽ ഇൻക്ലൂഡിങ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അതിൽ വരും. ദ വേ വി സ്റ്റാൻഡ്, സിറ്റ്, വാക്ക് ഓർ ഹോൾഡ് ദ ഹെഡ്. ഇപ്പോൾ ബോഡി പോസ്റ്റേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് ആണ് ദ വേ വി സ്റ്റാൻഡ്. നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്. ഓർ ഹോൾഡ് ദ ഹെഡ്. ഇപ്പോൾ വളരെ ദുഃഖമുള്ള ഒരാൾ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നിരാശ ബാധിച്ച ആൾ തല താഴ്ത്തിയിട്ടാണ് നടക്കുക അല്ലേ. അതേസമയം നല്ല സന്തോഷമുള്ള ആൾ എന്ത് ചെയ്യും, തല സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത് അല്ലേ, സന്തോഷത്തോടു കൂടി. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡി പോസ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ, സ്ലൗച്ചിങ് ഷോസ് ലോ കോൺഫിഡൻസ് ഓർ വറിയിങ് അല്ലേ. സ്ലൗച്ചിങ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുക, വെറുതെ മൂവ്മെൻറ്റ് ചെയ്യുക, വെറുതെ ഇങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് ഇരിപ്പുറപ്പിക്കില്ല, നിനക്കെന്താ ഇരിപ്പുറപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നീ എന്താ ഇരിക്കാത്ത എന്താണ് നമുക്ക് ചോദിക്കില്ലേ. അപ്പോൾ എന്തായിരിക്കും, അവിടെ എന്തോ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വറിയിങ്ങോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങളോട് NSSൻ്റെ ഒരു പ്രോഗ്രാമിൽ ഒരു പ്രബന്ധം, ഒരു സെമിനാർ അവതരിപ്പിക്കാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആകെ 10 മിനിറ്റ് സമയമുള്ളൂ. അപ്പോൾ നിങ്ങൾ ആകെ എന്തായിരിക്കും, ഒന്ന് ലോ കോൺഫിഡൻസ് ആയിരിക്കും, കാരണം അത് പ്രബന്ധം, അത് സെമിനാർ നമ്മൾ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോ കോൺഫിഡൻസ് പ്രശ്നമുണ്ട്. അപ്പോൾ അതുമല്ല വറീഡാണ്, ഇതെങ്ങനെ അവതരിപ്പിക്കും, ഇപ്പോൾ അവതരിപ്പിച്ചാൽ മറ്റുള്ളവർ എന്ത് പറയും, തെറ്റിയ എന്ത് പറയും, ആ ഒരു കോൺഫിഡൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ അവതരിപ്പിക്കേണ്ട റൂമിൻ്റെ അല്ലെങ്കിൽ ആ ക്ലാസ് റൂമിൻ്റെ പുറത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും അല്ലെ, ഉലാത്തുക എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വറീഡായിട്ട് നടക്കും. അതൊക്കെ ഇതിനുള്ളൊരു എക്സാമ്പിളാണ് ബോഡി പോസ്റ്റേഴ്സ് മൂവ്മെൻറ്റ്സ്. ഹോൾഡിങ് വെരി സ്റ്റിഫ് ക്യാൻ ബി സീൻ ആസ് എ അറോഗൻറ്റ്. അതുപോലെ വളരെ അറോഗൻ്റ് ആയിട്ട്, അറോഗൻറ്റ് മീൻസ് ചില ആളുകൾക്ക് ദേഷ്യം പിടിച്ച് എന്ത് ചെയ്യും, വളരെ അറോഗൻ്റ് ആയിരിക്കും. അറോഗൻ്റ് എന്ന് പറയുന്നതാണ് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ സ്റ്റിഫായിട്ട്, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി, ആ രൂപത്തിലുള്ള അറോഗൻ, അതിനെ നമ്മൾ അറോഗൻ്റ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോസ്റ്റേഴ്സ്, ബോഡി മൂവ്മെൻ്റ് ആണ്. ഒരേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് പറയാനും ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബോഡി പോസ്റ്റേഴ്സിനുള്ള ഉദാഹരണങ്ങൾ. നെക്സ്റ്റ്, അടുത്ത ജസ്റ്റേഴ്സ് ഓർ ബോഡി ലാംഗ്വേജ്. ജസ്റ്റേഴ്സ് ആർ ദ വിസിബിൾ ബോഡി ആക്ഷൻസ്. ഇപ്പോൾ നമ്മുടെ ചിത്രത്തിൽ വിവിധ തരത്തിലുള്ള ബോഡി ആക്ഷൻസ് നമുക്ക് കാണാം. ഇത് സാധാരണ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം, പ്രസംഗം, അതുപോലെ നാടകം, അതുപോലെ ഒരുപാട് തരത്തിലുള്ള ഡാൻസുകളൊക്കെ ഇല്ലേ. ഏത് ഡാൻസ്, കുച്ചിപ്പുടി, ഭരതനാട്യം അല്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ഡാൻസുകളിലൊക്കെയാണ്, അല്ലെങ്കിൽ അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊക്കെയാണ് എന്താ പറയുക, ഈ സംഭവം അധികം കാണാം. ഏതാണ്, ഗസ്റ്റേഴ്സ്. നമ്മൾ കൈകൊണ്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആംഗ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇവരെ കാണാൻ പറ്റും, എവിടെ നമ്മൾ ഈ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ, കുട്ടികൾ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ, കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട്, വിരലുകൊണ്ടൊക്കെ ആംഗ്യം കാണിച്ചുകൊണ്ട്. അതാണ് ഈ പറയുന്ന ഗസ്റ്റേഴ്സ് ഓർ ബോഡി ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഗസ്റ്റേഴ്സ് ആർ ദ വിസിബിൾ ബോഡി ആക്ഷൻസ്. Gestures describe movements of parts of the body, especially hands or heads, to express an idea or meaning. ഇവിടെ പ്രധാനമായും ഗസ്റ്റേഴ്സ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗസ്റ്റേഴ്സ് ഡിസ്ക്രൈബ് ദ മൂവ്മെന്റ് ഓഫ് ദ പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുടെ മൂവ്മെന്റ് ആണ് ഗസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഹാൻഡ്സ് ഓർ ഹെഡ്സ്, കൈകൾ കൊണ്ടും തല കൊണ്ടും. ഇത് രണ്ടാണ് നമ്മൾ പ്രധാനമായും എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ്. ഇപ്പം ഞാനൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെ എന്തുണ്ടായിരിക്കും, മുകളിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കും അല്ലേ. ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ വലത് കൈ അല്ലെങ്കിൽ ഇടത്ത് കൈ മുകളിലോട്ട് പലതരത്തിലുള്ള ആക്ഷനുകൾ കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓഡിയൻസിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ തന്നെ തല അങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഇതിനാണ് നമ്മൾ ജസ്റ്റേഴ്സ് ഓർ ബോഡി ലാംഗ്വേജസ് എന്ന് പറയുന്നത്. Gestures are non-verbal signals used to communicate feelings and intentions.
എന്തിനാണ് ഗസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്? ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഫീലിങ്സ് ആൻഡ് ഇന്റൻഷൻ. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ ഓഡിയൻസിനോട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഗസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്താണ് ടച്ച് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണാം അല്ലെ, ഒരു നഴ്സ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഒരു പേഷ്യൻറ്റിനെ ടച്ചോടുകൂടി അല്ലേ വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അങ്ങനെ അവരെ പരിചരിക്കുന്നു അല്ലെ, അവരെ കെയർ ചെയ്യുന്നു. ഒരു ഉദാഹരണമാണ്. അതുപോലെ ഷെയ്ക്ക് ഹാൻഡ് അല്ലെ, നമ്മൾ ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മൾ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് എന്ത് ചെയ്യും, അതിന് ടച്ച് എന്ന് പറയുന്നത്. ആ ടച്ചിന് ഒരു പ്രത്യേക ഫീലിങ്സ് ഉണ്ട് അല്ലേ. ടച്ച് ഈസ് എ പവർഫുൾ കമ്മ്യൂണിക്കേഷൻ. വി കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട് ത്രൂ ടച്ച്, ലൈക്ക് ഷേക്കിംഗ് ഹാൻഡ്സ്, പാറ്റിംഗ് ഓൺ ദ ബാക്ക്, ഹഗ്ഗിങ് എക്സെട്ര അല്ലേ. ഇപ്പം നമ്മളെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇപ്പം നിങ്ങൾ കുറേ കാലത്തിന് ശേഷം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹഗ് ചെയ്യും അല്ലേ, പരസ്പരം ആലിംഗനം ചെയ്യും. അതിനാണ് ഹഗ്ഗിങ് എന്ന് പറയും. അതൊരു ടച്ചാണ്, ഒരു ഫീലിംഗ് ഷെയറിംഗ് ആണ്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അതുപോലെ പാറ്റിംഗ് ഓൺ ദ ബാക്ക്, നമ്മൾ പുറത്തൊക്കെ തടവി കൊടുക്കും. നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ അധ്യാപകർക്ക് എന്ത് ചെയ്യും, കുട്ടികളുടെ പുറത്ത് തട്ടി അഭിനന്ദിക്കും. പുറത്ത് തട്ടി അല്ലെങ്കിൽ തലയിൽ കൈവച്ചുകൊണ്ട് തടവിക്കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ടച്ച് കൊടുക്കും. അതിനാണ് നമ്മൾ ടച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എ സ്പേസ്. സ്പേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ അധ്യാപകരും നമ്മുടെ മാതാപിതാക്കളും ഇതൊക്കെ തമ്മിൽ എന്തുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള ഗ്യാപ്പുകളുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ടായിരിക്കും നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുന്നത്. ഇതിനാണ് നമ്മൾ സ്പേസ് എന്ന് അതേസമയം നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് അല്ലെ, അതേസമയം ചില എന്താണ് പറയുക കാമുകന്മാർ, അവരൊക്കെ എന്തായിരിക്കും, വളരെ ക്ലോസ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അത്ര ക്ലോസ് ആയിരിക്കില്ല ഇൻറ്റിമേറ്റ്, അത്ര ക്ലോസ് ആയിരിക്കില്ല പേഴ്സണൽ, അത്ര ക്ലോസ് ആയിരിക്കില്ല സോഷ്യൽ സ്പേസ്. പബ്ലിക് സ്പേസ് അതിനെക്കാട്ടും കൂടുതലായിരിക്കും. എന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള അകലങ്ങളാണ്. ഇപ്പോൾ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്തായിരിക്കും, അടുത്ത് നിന്ന് സംസാരിക്കും. അതേസമയം അത്ര ഇൻറ്റിമേറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് ഡിസ്റ്റൻസ് ഇല്ലേ. അതേസമയം ഇപ്പോൾ പബ്ലിക്കിലുള്ള ഒരാളായിട്ട് എന്തായിരിക്കും, നമ്മൾ തൊട്ടടുത്ത് പോയി സംസാരിക്കുക ഇല്ല, വളരെ ദൂരത്ത് നിന്നിട്ട് സംസാരിക്കുക. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് സ്പേസ് എന്ന് പറയുന്നത്. സ്പേസ്. ഓക്കെ, സ്പേസ് ഈസ് എ ഫിസിക്കൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ടു പീപ്പിൾ. രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുകയോ വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ്, രണ്ടാളുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനാണെന്ന് പറയുന്നത് സ്പേസ് എന്ന് പറയുന്നത്. മെയിൻറ്റെയിനിങ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ഡിസ്റ്റൻസ് വൈൽ ടോക്കിംഗ് ടു സം വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ഡിസ്റ്റൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അത് ഈ ഡിസ്റ്റൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സ്പേസ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഐ കോണ്ടാക്ട്. ഇപ്പോൾ ഏതൊരു കമ്മ്യൂണിക്കേഷനും എഫക്റ്റീവ് ആവാൻ വേണ്ടിയുള്ളതാണെന്ന് ഐ കോണ്ടാക്ട് ഉണ്ടാവുന്നത്. പരസ്പരം കണ്ണിൽ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ, കണ്ണിൽ നോക്കി സംസാരിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് വിചാരിക്കും, നമ്മൾ എന്തോ ചില കള്ളത്തരങ്ങൾ, എന്തോ ചില ഒളിച്ചു വെക്കലുകളുണ്ട് നമ്മൾ സംശയിക്കും അല്ലേ. അതുകൊണ്ട് ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐ ടു ഐ കോണ്ടാക്ട് ആണ്. The way we look at someone can communicate things. ഒരാളുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, കാമുകന്മാരെ പരസ്പരം കണ്ണു നോക്കിയിരിക്കുമ്പോൾ സംഭവിക്കും, അവിടെ എന്താണ് ഷെയർ ചെയ്യപ്പെടുന്നത്, അവരുടെ സ്നേഹം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവരുടെ സ്നേഹമാണ് അവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. അതേപോലെ ആ ഈ കണ്ണിൽ നോക്കുന്ന തന്നെ ഈ ഒരുപാട് ഡിഫറൻസ്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ക്ലോസ് ഫ്രണ്ട്സുകൾ നമ്മൾ തമ്മിൽ കണ്ണിൽ നോക്കുന്ന സംസാരിക്കുന്ന ഒക്കെ അതിനൊക്കെ തന്നെ ഒരു ഡിഫറൻസ് ഓഫ് ഫീലിങ്സ് ഉണ്ട്. എല്ലാം ഡിഫറെൻ്റ് ആണ്. കുട്ടികൾ തമ്മിൽ എന്താ പറയുക, അങ്ങോട്ട് കണ്ണിൽ നോക്കി എല്ലാം തന്നെ വളരെ അതിൻ്റെ ഫീലിങ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഐ കോണ്ടാക്ട് ഒക്കേഴ്സ് വെൻ ടു പീപ്പിൾ ലുക്ക് അറ്റ് ഈച്ച് അതേഴ്സ് ഐ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കിയിട്ടാണ് സാധാരണ നമ്മൾ സംസാരിക്കേണ്ടത്. അടുത്താണ് നമ്മൾ പറഞ്ഞു പാരാലാംഗ്വേജ് എന്ന് പറയും. പാരാലാംഗ്വേജ് ഈസ് റെഫേഴ്സ് ടു ദ നോൺ വെർബൽ എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ് ടു മോഡിഫൈ മീനിങ്സ് ആൻഡ് കൺവേ ഇമോഷൻസ്. ഇപ്പോൾ ഒരു പാട്ട് നമുക്ക് സന്തോഷത്തിൽ പാടാൻ പറ്റും, ദുഃഖത്തിൽ പാടാം അല്ലേ, ദുഃഖത്തിന്റെ ടോൺ വെച്ച് പാടാൻ പറ്റും, പല രൂപത്തിലും പാടാൻ പറ്റും. ഇറ്റ് ഇൻക്ലൂഡ്സ് എ പിച്ച്, വോളിയം ആൻഡ് ഇൻറ്റോണേഷൻസ് ഓഫ് സ്പീച്ച്. അതായത് നമ്മുടെ സംസാരിക്കുന്നതിൻ്റെ ലെവല് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട്, അതിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട്, അല്ലെങ്കിൽ പിച്ച് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റും അല്ലേ, നമ്മുടെ ദുഃഖത്തിൻ്റെ ഒരു കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് വളരെ ദുഃഖമാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അത് പ്ലെയിൻ ആയിട്ടാണ് പറയുക. അതേസമയം ഞാൻ കുറച്ച് ആംഗ്യ ഭാഷത്തിലോടൊക്കെ കൂടിയിട്ട് എനിക്ക് വളരെ ദുഃഖമുണ്ട് കേട്ടോ അല്ലേ. അപ്പം നമ്മളെന്ത് ചെയ്യും, നമ്മളങ്ങനെ ടോണ് മാറ്റി സംസാരിക്കാം. ഓ വളരെ ഉഷാറാണല്ലോ, ഇതൊക്കെ എന്താ ടോണ് മാറ്റി സംസാരിക്കുകയാണ് അല്ലേ.
ഈ ടോണ് മാറ്റുന്നതിനാണ് നമ്മൾ പറയാ പാരൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ടോണ് സംസാരിക്കുന്നത് ആക്ച്വലി വെർബൽ ലാംഗ്വേജ് ആണ്, പക്ഷേ ആ സംസാരിക്കുന്നതിന്റെ ടോണ് നമ്മൾ എന്ത് ചെയ്യും, പലതരത്തിൽ മാറ്റും. നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് അല്ലേ, അപ്പം അതുപോലെ നമ്മുടെ ദുഃഖത്തിനനുസരിച്ച്, പിന്നെ അതുപോലെ നമ്മുടെ പേടി അനുസരിച്ച് അല്ലേ. അപ്പം നമ്മൾ ഇപ്പം ജീപ്പ് അങ്ങോട്ട് പോകണ്ട കേട്ടോ, അവിടെ ഇലക്ട്രിസിറ്റിയുടെ ലൈന് എന്തോ പൊട്ടിക്കിടക്കുന്നുണ്ട് അല്ലേ, എന്തുണ്ട്, അപ്പം അതൊരു ടോണ് മാറ്റമാണ്. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്പീച്ച് വോളിയം ആൻഡ് ഇന്റോണേഷൻ ഓഫ് സ്പീച്ച്. നമ്മൾ സംസാരിക്കുന്നതിന്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും അല്ലേ, അതിന് പിച്ച് അല്ലെങ്കിൽ ഇന്റോണേഷൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് ലെവൽ, അതിന്റെ ഹയർ ലെവൽ ലോവർ ലെവൽ, അതിനാണ് നമ്മളെന്ന് പറയുന്നത് പിന്നെ പാരാ ലാംഗ്വേജ്. പാരാ ലാംഗ്വേജ് ഈസ് എനിത്തിങ് ഔട്ട്സൈഡ് ദ വേർഡ്സ് ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ സെന്റൻസ് അല്ലേ. അപ്പൊ എന്ത് പറയുക, ഇപ്പൊ ഇതിനാണ് നമ്മൾ ഇല്ലെങ്കിൽ ഈ തരത്തിലുള്ള നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ടോണ് മാറ്റി ഓരോ ഫീലിങ്ങിനനുസരിച്ച് സംസാരിക്കുന്നതിനാണ് നമ്മൾ പാരാ ലാംഗ്വേജ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കാറ്റഗറൈസ് ദ ഫോളോയിങ് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബോഡി ലാംഗ്വേജ്. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. ഇതിൽ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലൊക്കെ ആയിട്ട് കുറേ പോസിറ്റീവ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജസ് ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജസ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളും, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാം. ഞങ്ങൾക്ക് കാണാം പോസിറ്റീവ്, ഇടത്തെ സൈഡിൽ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഉണ്ട്, വലത്തെ സൈഡിൽ നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഇപ്പൊ ഇടത്തെ സൈഡിൽ നോക്കാം, മേക്കിംഗ് ഐ കോണ്ടാക്ട്, സിറ്റിംഗ് അപ്പ് സ്ട്രൈറ്റ്, കീപ്പിംഗ് ഹാൻഡ് ഔട്ട് ഓഫ് പോക്കറ്റ്. കീപ്പിംഗ് ഹാൻഡ് ഔട്ട് ഓഫ് പോക്കറ്റ് ഉദ്ദേശിക്കുന്നത് പോക്കറ്റിന്റെ ഉള്ളിൽ കൈ വെക്കരുത് എന്നാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പ്രത്യേകിച്ച് പാൻസ് ഒക്കെ ഇടുന്ന ആളുകൾ എന്ത് ചെയ്യും, പോക്കറ്റിന്റെ ഉള്ളിൽ കൈ വെച്ച് സംസാരിക്കും. അപ്പൊ അത് ശരിയല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കീപ്പിംഗ് ഹാൻഡ് ഔട്ട് ഓഫ് പോക്കറ്റ് എന്നുള്ളത് പോസിറ്റീവ് ആണ്. അതായത് ഹാൻഡ് പോക്കറ്റിന്റെ ഉള്ളിൽ ഇടരുതെന്ന്. സ്മൈലിംഗ് വെൻ അപ്രോപ്രിയേറ്റ്, പേ അറ്റൻഷൻ, ഷേക്കിംഗ് ഹാൻഡ്സ് ഫാമിലി. അപ്പൊ ഇതെല്ലാം പോസിറ്റീവാണ്. നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലുക്കിംഗ് അറ്റ് യുവർ വാച്ച് അല്ലെ, വാച്ചിൽ നോക്കുന്നതന്നെ എന്താണ്, മറ്റുള്ള ആരും കാണാതെ എന്ത് ചെയ്യുക, വാച്ചിൽ നോക്കുക. ഓക്കെ, സ്റ്റാറിങ്, തുറച്ചു വെക്കാൻ പാടില്ല. ഹൈഡിങ് യുവർ ഹാൻഡ്സ് ആൻഡ് പാംസ്, നിങ്ങളുടെ ഹാൻഡ്സ്, വിരലുകൾ, അതുപോലെ കൈകളൊന്നും അവിടെ പിന്നെ ഒളിപ്പിച്ച് വെക്കരുത്. ഫിഡ്ജറ്റ് ചെയ്യാൻ പാടില്ല. സ്ലൗച്ചിങ്, വെറുതെ വറീഡായിട്ട് അതിൽ നടക്കാൻ പാടില്ല. ഇരിപ്പുറപ്പിക്കാതിരിക്കാൻ പാടില്ല. യോണിങ് എന്ന് പറഞ്ഞാൽ ആവിടാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടി നോക്കാം. നമ്മുടെ സാധാരണ ജീവിതത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പൊ ഒന്നാമത്തെ ചിത്രം നോക്കിയാൽ വൈൽ സ്പീക്കിംഗ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ഇഷ്ടവും എല്ലാം നമ്മൾ പറയും. അതിന്റെ അഭിനയം അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാവം നമ്മുടെ മുഖത്തുണ്ടാവും. രണ്ടാമത്തെ വൈൽ ലിസണിങ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ 10-16 പേരുണ്ട്. ഇത് ചിലർക്കത് ഇഷ്ടാവും, ചിലർക്കത് ഇഷ്ടാവില്ല. അപ്പൊ ആ ഇഷ്ടത്തിന്റെ അനുസരിച്ചുള്ള ഭാവവും അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇപ്പോൾ അല്ലേ. ചിലർ വിചാരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്, കുഴപ്പമില്ല. ചിലർ വിചാരിക്കും ഇതിപ്പോൾ തീരുമായിരിക്കും ഇല്ലേ, സമയം ക്ലോക്കിലൊക്കെ സമയം നോക്കുന്നുണ്ടാവും. വൈൽ എലോൺ, മൂന്നാമത്തെ പിക്ചർ, വൈൽ എലോൺ. നമ്മൾ ഒരുമിച്ചാകുമ്പോൾ നമ്മുടെ ഭാവം, നമ്മുടെ ഫീലിംഗ് വേറെയാണ് അല്ലേ. നമ്മൾ ഒരുമിച്ച് ഒരു മരത്തിന്റെ തണലിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരാളായിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ കടൽ തീരത്തിരിക്കുമ്പോൾ ഒക്കെ എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള ഫീലിങ്ങുകളാണ് അല്ലേ. ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പായിട്ട്, നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു NSSന്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ല ഗ്രൂപ്പായിരിക്കും, അതിലുള്ള ഫീലിങ്സ് വ്യത്യാസമാണ്. അറ്റ് വർക്ക്, നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ വീടുകളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സോഷ്യലി, നമ്മുടെ അങ്ങാടികളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ തരത്തിലുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ പല തരത്തിൽ നടക്കുന്നുണ്ട്. ഹൗ വിൽ ദിസ് ഹെൽപ്പ് യു? ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? പീപ്പിൾ പേ മോർ അറ്റൻഷൻ ടു ഹൗ യു ബിഹേവ് ദാൻ വാട്ട് യു സേ. ഓക്കെ, നിങ്ങൾ പറയുന്നതിനപ്പുറം നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയെന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നത് അല്ലെ. നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല കാര്യം, എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം അല്ലേ. അതായത് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നല്ല കുട്ടിയാണോ അല്ലേ എന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് അറിയാം അല്ലേ. അതായത് ആ പെരുമാറ്റമാണ്, നമ്മൾ നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ നല്ല പഠിക്കുന്ന കുട്ടിയാണെന്ന് പറയുന്നതിലല്ല കാര്യം, എന്താണ് അതിൻ്റെ പെരുമാറ്റമാണ് നമ്മൾ ഈ പറയുന്നത് എന്ത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പീപ്പിൾ
പേ മോർ അറ്റൻഷൻ ടു ഹൗ യു ബിഹേവ്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ അധ്യാപകരോട് പെരുമാറുന്നു എന്നുള്ളതാണ് എന്ത് ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് യു സേ. നിങ്ങൾ എങ്ങനെ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല എന്താണ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ മറ്റുള്ള ആരോടുള്ള ഇടപെടൽ. ഇപ്പൊ നിങ്ങൾ ചിത്രത്തിൽ നോക്കിയാൽ കാണാം 55% എന്താണ്, ബോഡി ലാംഗ്വേജ് ആണ് അല്ലെ. നമ്മുടെ ഇഷ്ടക്കേടും ഞങ്ങളുടെ ഭാവവും അതും ഇതൊക്കെ. 38% ടോൺ ഓഫ് വോയിസ് ആണ് അല്ലെ. 7% മാത്രമേ എന്തുള്ളൂ നമ്മുടെ സംസാരമുള്ളൂ, കമ്മ്യൂണിക്കേഷനിൽ. ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ അപ്പോൾ എന്തൊക്കെ വേണം? നല്ല ബോഡി ലാംഗ്വേജ് വേണം, നല്ല ടോൺ ഓഫ് വോയിസ് വേണം, അതുപോലെ വേർഡ്സും വേണം അല്ലേ. അപ്പൊ ഈ മൂന്നും പാടെ കൂടിയാലാണ് എന്ത് ചെയ്യുക, ഏറ്റവും നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുക. എന്താണ് ടോൺ ഓഫ് വോയിസ്, നമ്മളുടെ വോയിസിന്റെ മോഡുലേഷൻ, പിച്ച്, വോളിയം അതെല്ലാം കറക്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നല്ല ബോഡി ലാംഗ്വേജ് കൂടിയായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ അധ്യാപകരോടും നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളോടൊക്കെ തന്നെ നമ്മൾ പെരുമാറേണ്ടത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൺവേസ് അപ് ടു ദ 93% വാട്ട് അതേഴ്സ് റിസീവ് ഫ്രം അസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടോൺ ഓഫ് വോയിസും ബോഡി ലാംഗ്വേജും എന്താണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അതായത് രണ്ടും കൂടെ കൂട്ടിയ 93%. ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവും 93% എന്താണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എന്താവുള്ളൂ, നമ്മൾ സംസാരം എന്താ കാര്യം മനസ്സിലാവും. പക്ഷെ അതേസമയം അത് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അത് പറഞ്ഞത്, സന്തോഷത്തോടു കൂടിയാണോ, ദുഃഖത്തോടു കൂടിയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടിയാണോ, എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ്, എത്ര ലേസി ആയിട്ടാണ് എന്നീ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്, അഥവാ ടോൺ ഓഫ് വോയിസ് ആൻഡ് ബോഡി ലാംഗ്വേജ്. അപ്പൊ അത് ഈ 3 കാര്യങ്ങളും കറക്റ്റായാൽ മാത്രമേ എന്താവുള്ളൂ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. ഇപ്പൊ നോക്കി ചിത്രം നോക്കി, നോയിങ് ദ കറക്റ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് യൂസ് ടു പ്രൊജക്ട് എ പോസിറ്റീവ് ഇമേജ് ഓഫ് യുവർ സെൽഫ് അല്ലെ. ഈ കുട്ടിക്ക് എന്താണ് ഇപ്പൊ ഭയങ്കര സന്തോഷം, 2 കുട്ടികൾക്കും വളരെ സന്തോഷമുള്ള, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഹാപ്പി മൊമെന്റ്സ് ആണ് ഇപ്പൊ അവരുടെ ഈ ജീവിതത്തിലുള്ളത്. ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നോയിങ് ദ കറക്റ്റ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് യു അറ്റ് വർക്ക്. അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ്. ഇപ്പൊ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ്, നമ്മുടെ ഓഡിയൻസ് ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്ട്രെങ്തൻ യുവർ മെസ്സേജ്. അങ്ങനെ ഓഡിയൻസ് ആരാന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ +1-നാണോ +2-നാണോ, അതല്ല 10ാം ക്ലാസ്സിനാണോ, അല്ലെങ്കിൽ LKG കുട്ടികൾക്കാണോ, അതല്ല ടീച്ചേഴ്സിനാണോ ക്ലാസ് എടുക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വോയിസും ടോണും അതുപോലെ എല്ലാം മാറണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ അല്ല ഞാനൊരു എന്ത് ചെയ്യേണ്ടത്, ഒരു 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുട്ടികളുടെ ടോണിലേക്ക് മാറും. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെയല്ല എന്ത് ചെയ്യുക, ഒരു അധ്യാപകർക്ക് ക്ലാസ് എടുക്കുക. അപ്പോൾ അതൊക്കെ വ്യത്യാസം. അതാണ് സ്ട്രെങ്തൻ യുവർ മെസ്സേജ്. ബി പ്രൊഫഷണൽ. ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് റൈറ്റ് മെസ്സേജ്. കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ കൺവേ ചെയ്യുക. അതായത് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് 7 മണിക്ക് ക്ലാസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 6:55 നിങ്ങൾ ലോഗിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ടു ഇംപ്രൂവ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടെക്നിക്സ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഫേഷ്യൽ എക്സ്പ്രഷൻ കറക്റ്റ് ആവാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖഭാവം ശരിയാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഡൂസ് ആൻഡ് ഡോൺസ്. അപ്പോൾ അതിൽ ചോദിക്കുന്നത്, ഇപ്പോൾ വെൻ യു മീറ്റ് സം വൺ സ്മൈൽ വാം ആൻഡ് പ്ലസന്റ്. നിങ്ങൾ ഒരാളെ കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാളെ കാണുമ്പോൾ എന്ത് ചെയ്യണം, സ്മൈൽ, പുഞ്ചിരിക്കുക, വാം ആൻഡ് പ്ലസന്റ് അല്ലെ, നല്ല സന്തോഷത്തോടു കൂടി, നല്ല ചൂടോടുകൂടി. ചൂട് എന്ന് പറഞ്ഞാൽ ചൂടാക്കാനല്ല, വളരെ വാമായിട്ട്. വാമായിട്ട് ഉദ്ദേശിച്ച് ചിലർക്ക് തണുപ്പടിക്കുക എന്നറിയില്ല. തണുപ്പടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, തണുത്ത് പൂച്ചൻ്റെ മാതിരി ഇങ്ങനെ കൂറിയിരിക്കും, അതല്ല. സ്മൈൽ വാം ആൻഡ് പ്ലസന്റ്. ഐസ് ജെന്റിൽ ആൻഡ് റിലാക്സ്. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തന്നെ റിലാക്സ്ഡ് ആയിരിക്കണം. വെൻ എക്സ്പ്രസിങ് ഡിസ്പ്ലഷർ. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് നിങ്ങൾക്ക് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, കീപ് റിലാക്സ്ഡ് ആൻഡ് കാം ഫേസ്. എനിക്കിപ്പോൾ കുറച്ച് ബിസി ഉണ്ട്, നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും വരൂ. ഇത് നമുക്ക് വളരെ കാമായിട്ട് വളരെ റിലാക്സ് ആയിട്ട് പറയാം. അല്ല എനിക്കിപ്പോൾ തിരക്കാണ്, നീ പോയിട്ട് വാ,
അങ്ങനെയല്ല പറയേണ്ടത്. വെൻ എക്സ്പ്രസിങ് ഡിസ്പ്ലഷർ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനിഷ്ടം തോന്നുകയാണെങ്കിൽ കീപ് റിലാക്സ്ഡ് കാം ഫേസ്. നോഡ് വൈൽ ലിസണിങ്. നോഡ് വൈൽ ലിസണിങ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നുകൊണ്ട് സംസാരിക്കാം, അങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിന്ന് സംസാരിക്കാതെ. ഡു നോട്ട് ഫ്രോൺ. ഇനി ഡോണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ ഡോണ്ട് എന്താണ്? ഡു നോട്ട് ഫ്രോൺ. ഇതുപോലെ മുഖം ചുളിച്ചിരിക്കരുത്. ചില ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യും, മുഖം ചുളിക്കില്ല. മുഖം ചുളിക്കാതെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കാണിക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് എന്തെങ്കിലും ഡിസ്പ്ലഷർ തോന്നുകയാണ് എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ സമയമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഡു നോട്ട് ലുക്ക് എവേ ഓർ ഡൗൺ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും വളരെ ദൂരത്തേക്ക് നോക്കരുത്, അല്ലെങ്കിൽ താഴോട്ട് നോക്കരുത്. അതൊക്കെ എന്തിൻ്റെ അർത്ഥമാണ്? നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ഡു നോട്ട് ക്രിങ്കിൾ യുവർ ഫോർഹെഡ്. നിങ്ങളുടെ ഫോർഹെഡ് എന്ത് ചെയ്യരുത്, വെറുതെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടിരിക്കരുത്. ഡു നോട്ട് ക്ലഞ്ച് യുവർ ജോസ് ഓർ പേഴ്സ് യുവർ ലിപ്സ് ടു ടൈറ്റ്. നിങ്ങളുടെ താടിയെല്ലുകളില്ലേ, താടിയെല്ലുകൾ അതിങ്ങനെ വെറുതെ അങ്ങോട്ട്, ചിലർ എന്ത് ചെയ്യും, താടിയെല്ലുകൾ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും, ചവച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ലിപ്സ്, നിങ്ങളുടെ ചുണ്ടുകൾ ഭയങ്കര ടൈറ്റാക്കി പിടിച്ചുകൊണ്ടിരിക്കും. അതും ചെയ്യാൻ പാടില്ല. ഡു നോട്ട് കീപ്പ് എ സ്റ്റിഫ് വുഡൻ എക്സ്പ്രഷൻ വൈൽ സ്പീക്കിംഗ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സ്റ്റിഫായി നിന്നുകൊണ്ട്, സ്റ്റിഫ് എന്ന് പറയുന്നത് വളരെ ടഫായി നിന്നുകൊണ്ട്, വുഡൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു മരം, നമ്മളൊരു മരത്തോട് സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവും നമ്മുടെ മുഖത്ത്. ഒരു മരം സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മരത്തോട് സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കരുത്. ഓക്കെ, ദാറ്റ്സ് എ ഫേഷ്യൽ എക്സ്പ്രഷൻ. നെക്സ്റ്റ് ഇസ് എ പോസ്ചർ, നമ്മുടെ വ്യത്യസ്ത ഭാവങ്ങൾ. കീപ് യുവർ അപ്പർ ബോഡി റിലാക്സ്ഡ് ആൻഡ് സ്ട്രൈറ്റ്. നമ്മുടെ അപ്പർ ബോഡിയിൽ വളരെ റിലാക്സ്ഡ് ആയിരിക്കണം, സ്ട്രൈറ്റ് ആയിരിക്കണം, ഒടിഞ്ഞു തൂങ്ങി സംസാരിക്കരുത്. ടിൽറ്റ് യുവർ ബോഡി സ്ലൈറ്റ്ലി ഫോർവേഡ് വൈൽ ടാക്കിംഗ് ടു സംവൺ. ടിൽറ്റ് യുവർ ബോഡി സ്ലൈറ്റ്ലി ഫോർവേഡ്. നിങ്ങളുടെ ശരീരം കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കാം, അല്ലേ? നിങ്ങളുടെ ഏത് ശരീരം? അപ്പർ ബോഡി. ഫോർവേഡ് വൈൽ ടോക്കിംഗ് ടു സംവൺ. നിങ്ങൾ ആരോടും സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നോട്ട് നിങ്ങൾ ഒന്ന് നിൽക്കാവുന്നതാണ്. പോസ്ചറിൽ സംസാരിക്കുന്നതിൽ കാര്യത്തിൽ അല്ലെങ്കിൽ ഭാവങ്ങളിൽ ഉള്ള പോസ്ചറുകളുള്ള ഡോൺസ് എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത? ഡു നോട്ട് ഹോൾഡ് അപ്പർ ബോഡി സ്റ്റിഫ് ഓർ ബെൻഡിങ് ബാക്ക്വേർഡ്. ഓക്കെ, എന്ത് ചെയ്യാൻ പാടില്ല? അപ്പർ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം, അരക്ക് മുകളിലുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റിഫായിട്ട്, സ്റ്റബേൺ ആയിട്ട് നിൽക്കാൻ പാടില്ല. ഓക്കെ. ഓർ ബെൻഡിങ് ബാക്ക്വേർഡ്, ബാക്കോട്ട് വളഞ്ഞു നിൽക്കാനും പാടില്ല. ഡു നോട്ട് ഡ്രോപ്പ് യുവർ ഷോൾഡേഴ്സ്. ഷോൾഡറുകൾ തൂക്കിയിടുക എന്ന് പറയുന്നത് എന്താ? ഷോൾഡർ സ്ട്രൈറ്റ് ആയിരിക്കും, അല്ലേ? സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം. ഷോൾഡർ ഇങ്ങനെ തൂക്കിയിടുന്നതിനെ നമ്മൾ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുക എന്ന് പറയാം. ഓക്കെ. ഡു നോട്ട് ഡ്രാഗ് യുവർ ബോഡി ഡൗൺ ഇൻ ദ ചെയർ വൈൽ സിറ്റിംഗ്. അല്ലേ? ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഇരിക്കുന്നതിന് പല തരത്തിലിരിക്കാൻ പറ്റും, അല്ലെ? വളരെ സ്ട്രൈറ്റ് ആയിട്ട്, വിജിലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അതല്ല, ഒരുമാതിരി കിടക്കുന്ന രൂപത്തിൽ ഇരിക്കാൻ പറ്റും, അല്ലേ? കിടക്കുന്ന രൂപത്തിൽ ഇരിക്കുന്നുണ്ടല്ലേ ചിലർ, ഇതിൻ്റെ പിന്നെ ഒരു അലക്ഷ്യമായ അല്ലെങ്കിൽ അലസതായി ഇരിക്കാൻ പാടില്ല. ഡു നോട്ട് ലീൻ ബാക്ക്വേർഡ് ഇൻ എ റിലാക്സ്ഡ് വേ വൈൽ ഹാവിങ് എ കോൺസെൻട്രേഷൻ. അല്ലേ? ബാക്കോട്ട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിരിക്കാൻ പാടില്ല ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത്. ഓക്കെ. ഇപ്പം നെക്സ്റ്റ് ഈസ് അടുത്ത ജെസ്റ്റേഴ്സ്. ഓക്കെ, എന്താണ്? അതായത് നമ്മുടെ കൈകൊണ്ടും കാലുകൊണ്ടുള്ള ആംഗ്യങ്ങൾ, അതാണ് ഗസ്റ്റേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെസ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഇൻ എ റിലാക്സ്ഡ് പൊസിഷൻസ്. ചില ആളുകളൊക്കെ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കാണാം, കാലിങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കില്ല, കാലിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും ടേബിളിൻ്റെ മുകളിൽ നിന്ന്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ടുകൊണ്ടിരിക്കും, അല്ലേ? ചില ആളുകൾ എന്ത് ചെയ്യും, സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളോടൊക്കെ ക്ലാസ് എടുക്കാൻ പറയുന്നത് നിങ്ങളെ ഷാൾ ഇങ്ങനെ തലേന്ന് മേലോട്ട് പോകും, താഴോട്ട് പോകും, തലേന്ന് വീണ്ടും താഴോട്ട് പോകും, പിന്നെ അത് മേലോട്ട് കയറ്റിയിടും, അല്ലേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, അതൊന്നും ചെയ്യാൻ പാടില്ല. തലയിൽ ഫിക്സ് ചെയ്യണം, തലയിൽ ഫിക്സ് ചെയ്യുക. അതല്ല തലയിൽ ഇടുന്നില്ലെങ്കിൽ തലയിൽ താഴ്ത്തിയിടുക. അതല്ലാതെ രണ്ടിനും ഇടയ്ക്കുള്ള ആ ഒരു ഉണ്ടല്ലോ, ആ പണി ചെയ്യരുത്. റെസ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഇൻ എ റിലാക്സ്ഡ് പൊസിഷൻസ്. പിന്നെ ചിലർ കാണാം, പിന്നെ അവരുടെയൊക്കെ ഈ ചുരിദാർ ഇങ്ങനെ നിലത്ത് തട്ടുന്നുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അതിങ്ങനെ ഷാളല്ല, ചുരിദാറിൻ്റെ ബോട്ടത്തിൻ്റെ പാൻറ്, അപ്പം അതിങ്ങനെ പിടിച്ചു വലിച്ച് മേലോട്ട് കയറ്റി. അപ്പോൾ ഇത് ഓഡിയൻസ് എന്ത് ചെയ്യും, ഓഡിയൻസ് ശ്രദ്ധിക്കും. നിങ്ങളുടെ ചുരിദാർ ഇങ്ങനെ എന്താണ് പറയുക, ചുരിദാറിൻ്റെ ആ പാൻറ് മേലോട്ട് കയറ്റിയിടുന്നതാണ് നിങ്ങളിങ്ങനെ എന്ത് ചെയ്യുക, അടിഭാഗം ഇങ്ങനെ നിലത്ത് തട്ടാതിരിക്കാൻ വേണ്ടി മേലോട്ട് കയറ്റിയിടുന്നത് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പോക്കറ്റ് കൈയിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞാൻ പോക്കറ്റ് കൈയിടുന്നതായിരിക്കും.
അപ്പം അത് അങ്ങനെയുള്ള അൺവാണ്ടഡ് മൂവ്മെന്റ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള സമയത്ത് ചെയ്യാൻ പാടില്ല. മൂവ്മെന്റ് ഓഫ് പാംസ് വൈൽ സ്പീക്കിംഗ് ഓപ്പൺ അപ്വേർഡ്സ്. ഓക്കെ, വളരെ വളരെ നോർമലായിട്ടുള്ള മൂവ്മെന്റ്സ് കാര്യങ്ങളെ പാടുള്ളൂ. ഡു നോട്ട്, എന്തൊക്കെ പാടില്ല? ഡു നോട്ട് ഡ്രം യുവർ ഫിംഗേഴ്സ്, ടാപ്പ് യുവർ ഫീറ്റ് ഓർ മേക്കിംഗ് അജിറ്റേറ്റഡ് മൂവ്മെന്റ്സ്. എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഡു നോട്ട് ഡ്രം യുവർ ഫിംഗേഴ്സ്. നിങ്ങളുടെ വിരലുകൾ നമ്മൾ ചെയ്യല്ലോ അങ്ങനെ അല്ലേ, വിരലിൻ്റെ ഉള്ളിൽ വിരലാക്കിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ കളിക്കും. അല്ലെങ്കിൽ ടാപ്പ് യുവർ ഫീറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ കൈ എന്ത് ചെയ്യാൻ പാടില്ല? നിലത്തടിക്കാൻ പാടില്ല. കാലിന്റെ കാൽപാദം നിലത്തടിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇളക്കാൻ പാടില്ല. മേക്ക് അജിറ്റേഷൻ. ഓക്കെ. ഡു നോട്ട് ലുക്ക് അറ്റ് ദ ടൈം വൈൽ ടോക്കിംഗ് ടു സം വൺ. അല്ലേ, നമ്മളിങ്ങനെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യും, സമയമായോ, പോകാൻ സമയമായി എന്നുള്ള അങ്ങനെയുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അഭിനയങ്ങൾ, ഭാവങ്ങൾ പാടില്ല. ഡു നോട്ട് ക്ലോസ് യുവർ പാംസ് ടൈറ്റ്ലി വൈൽ സ്പീക്കിംഗ്. നിങ്ങളുടെ പാംസ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ എന്ത് ചെയ്യാൻ പാടില്ല? ടൈറ്റ്ലി ക്ലോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ടൈറ്റ്ലി അങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പാടില്ല വൈൽ സ്പീക്കിംഗ്, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നമുക്കൊരു കാര്യം കൂടി മാത്രമേ ബാക്കിയൊരു ടച്ച്. ഹാൻഡ് ഷേക്ക് മസ്റ്റ് ബി ഫെയിം. ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ വളരെ വളരെ ഉഷാറായിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കുക, വളരെ ലൂസായിട്ട് അല്ല. നമുക്ക് പലതരത്തിൽ ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ പറ്റും. അതേസമയത്ത് തന്നെ ഇഷ്ടമില്ലാതെ ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെ? വളരെ ലൂസായി പിടിക്കൂല, പിടിച്ച മാതിരി ഉണ്ടാവും അല്ലേ. ഹാൻഡ് ഷേക്ക് മസ്റ്റ് ബി ദ ഓൺലി ടച്ച് ഗസ്റ്റേഴ്സ് വിത്ത് കൊളീഗ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കസ്റ്റമേഴ്സ്, അപ്പോൾ അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അവർ തമ്മിലുള്ള റിലേഷൻ ബിൽഡ് ചെയ്യാനും ഹാൻഡ് ഷേക്ക് വളരെ അത്യാവശ്യമാണ്. ആ ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് നല്ല സ്ട്രൈറ്റ് ആയിട്ട് നല്ല അത്യാവശ്യം ഒരു എന്ന് വിചാരിച്ച് മറ്റേ ആളുടെ കൈ പിടിച്ച് ഞെരുക്കേണ്ട കാര്യമില്ല. വളരെ നല്ല രൂപത്തിൽ പിടിക്കാം, വളരെ ലൂസാക്കരുത്. ഹാൻഡ് ഷേക്ക് മസ്റ്റ് ബി നൈദർ ടു ഹാർഡ് നോർ ടു വീക്ക്. അതാണ് പറയാം. ഹാൻഡ് ഷേക്ക് മസ്റ്റ് ബി നൈദർ ടു ഹാർഡ്, വളരെ ഹാർഡാവാൻ പാടില്ല, നോർ ടു വീക്ക്, വളരെ വീക്ക് ആവാനും പാടില്ല. ഡു നോട്ട് പ്ലേസ് ആംസ് ഓവർ ഷോൾഡേഴ്സ് ഓർ ഹഗ് കൊളീഗ്സ് ഓർ കസ്റ്റമേഴ്സ്. അല്ലേ, ഡു നോട്ട് പ്ലേസ് ആംസ് ഓവർ ഷോൾഡേഴ്സ്. നിങ്ങളുടെ കൈ എന്തായാലും ഷോൾഡറിന്റെ മുകളിൽ കൊണ്ടുവരാൻ പാടില്ല. മറ്റൊരാളുടെ ഷോൾഡറിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ ആംസ്, നിങ്ങളുടെ കൈകൾ കൊണ്ടുവരാൻ പാടില്ല. അല്ലെങ്കിൽ ഹഗ് ചെയ്യുമ്പോഴും ആ രൂപത്തിലുള്ള ഹഗ്ഗിങ് അല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹഗ്ഗിങ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൊളീഗ്സും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ. സ്പേസ്, നമ്മൾ പറഞ്ഞു സ്പേസ്. വെൻ വിത്ത് കൊളീഗ്സ് ആൻഡ് പീപ്പിൾ യു നോ വെൽ മെയിൻറ്റെയിൻ എ ഡിസ്റ്റൻസ് ഓഫ് 2 to 4 feet. നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നതെങ്കിൽ 2 മുതൽ 4 മീറ്റർ 2 മുതൽ 4 അടി വരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്കറിയാത്ത ഒരാൾ, വെൻ വിത്ത് പീപ്പിൾ യു ഡോണ്ട് നോ, നിങ്ങൾക്കറിയാത്ത ആളുകളുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ 4 മുതൽ 6 അടി വരെ ഡിസ്റ്റൻസ്, കുറച്ചുകൂടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഓക്കെ. ഇനി ഡോൺസ് എന്താണ്? ഡു നോട്ട് ട്രൈ ടു ടോക്ക് ഇൻ ടു ദ കൊളീഗ്സ് ഇയർ ഓർ ലെയിൻ ടു ക്ലോസ്. ചെവിയിൽ സംസാരിക്കരുത്. സ്വകാര്യം പറയണമല്ല, ചില ആളുകളുണ്ട് തൊട്ടടുത്ത് പോയി സംസാരിക്കും. ഡു നോട്ട് സ്ക്രീം ഔട്ട് ലൗഡ്ലി ഫ്രം ടു ഓർ ഫാർ അറ്റ് എ കസ്റ്റമർ ഓർ ക്ലയന്റ്. ഇപ്പം എന്ത് ചെയ്യാൻ പാടില്ല? സ്ക്രീം ചെയ്യാന്ന് പറയുന്ന വളരെ ഒച്ചത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ പിന്നെ അലറി വിളിക്കുക, നിലവിളിക്കുക എന്നൊക്കെ പറയാം. അതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഐ കോണ്ടാക്ട്, ആൾവേസ് ലുക്ക് അറ്റ് ദ പേഴ്സൺ സ്പീക്കിംഗ്. സംസാരിക്കുന്ന ആളുടെ കണ്ണിൽ നോക്കുക. കീപ്പ് എ റിലാക്സ്ഡ് പ്ലസന്റ് ഗേസ്, നല്ല റിലാക്സ് ആയിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള മുഖത്തോടു കൂടി നിൽക്കുക. ബ്രേക്ക് ദ ഗേസ് എവറി 5 seconds. ഡു നോട്ട് ലുക്ക് ഡൗൺ, നമ്മൾ വളരെ താഴോട്ട് നോക്കിയിട്ട് സംസാരിക്കരുത്. എവേ, ഡു നോട്ട് ലുക്ക് ഡൗൺ. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കരുത്, നേരെ നോക്കി സംസാരിക്കുക. ഡു നോട്ട് സ്റ്റെയർ ഇന്റൻസ്ലി, തുറിച്ച് നോക്കരുത്. സാധാരണയുള്ള മൈൽഡ് ആയിട്ടുള്ള നോട്ടം മതി. ഓവറായിട്ട് എന്ത് ചെയ്യുക? കണ്ണിൽ അതപ്പോൾ നിങ്ങൾ സംശയിച്ചത് അല്ലേ, കണ്ണിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഓവറാക്കി കണ്ണിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് മാത്രമേ കാണുകയുള്ളൂ. ഓക്കെ. അതുകൊണ്ട് ഡു നോട്ട് സ്റ്റെയർ ഇന്റൻസിൽ, തുറിച്ച് നോക്കണം. നിങ്ങൾ അത്യാവശ്യം മുഖത്തേക്ക് നോക്കി സംസാരിക്കുക. മുഖത്തേക്ക് നോക്കുമ്പം പ്രോപ്പർ ഐ കോണ്ടാക്ട് ഉണ്ടാക്കാൻ നോക്കുക. ഐ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതിനർത്ഥം പിന്നെ അവിടെ സത്യസന്ധമായ കൺവേർഷൻ ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. കണ്ണിലാണ് സത്യമുള്ളത്. അപ്പം നമ്മൾ കണ്ണിൽ നോക്കാതെ സംസാരിക്കുന്ന ഒരാൾക്ക് എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ടീച്ചർമാരോട് ഇപ്പം എന്തെങ്കിലും ഞാൻ ഇന്ന് നോട്ട്സ് എടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ നോട്ട്സ് എഴുതിയില്ല, എഴുതാൻ കാരണം പക്ഷെ അതിൽ എന്തെങ്കിലും കള്ളത്തരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവരെ കണ്ണിലേക്ക് നോക്കൂല.
ഒന്നുകിൽ താഴോട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ സൈഡിലേക്കായിരിക്കും നോക്കുന്നത്. ഓക്കെ, നമ്മൾ പോസിറ്റീവ് ലാംഗ്വേജസ് നമ്മൾ പറഞ്ഞു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പേയിങ് അറ്റൻഷൻ, സിറ്റിംഗ്. ഓക്കെ, നെഗറ്റീവ് ലാംഗ്വേജസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതിലേക്ക് ഇനി പോകുന്നില്ല. ഇനി നമുക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. അത് നമുക്ക് അടുത്ത ദിവസത്തെ ഒരു ക്ലാസ്സും കൂടി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ 3 കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും? വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, 3 കമ്മ്യൂണിക്കേഷനും കംപ്ലീറ്റ് ആവും.